നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ? അങ്ങനെ തന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഇറ്റ് വാസ് ബോദറിങ് മീ. അങ്ങനെ ഒന്നോ രണ്ടോ കാര്യമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് പൈലപ്പായി ഒരു എക്സ്പ്ലോഷൻ എത്തുന്നവരെ എത്തി. ഐ നോ ദിസ് ഹാപ്പൻസ് ടു എവ്രി വൺ. നമ്മളെല്ലാവർക്കും ഒരു ഇമോഷണൽ ബാഗേജ് ഉണ്ടാവും. പക്ഷെ അതെങ്ങനെ റിലീസ് ചെയ്യണമെന്ന് അറിയില്ല. അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ അതും ഇല്ല. സോ ഞാനിങ്ങനെ ഒരു ദിവസം ഇരുന്നിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അതിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഇത് ചെയ്തപ്പം എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അതിന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷെ ഹിന്ദു ഫിലോസഫിയിലുള്ള ഒരുപാട് ഇന്റർനാഷണൽ കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാരണമാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പം വെൽക്കം ടു മൈ ലെറ്റ് ഇറ്റ് ഗോ ലിസ്റ്റ്. സോ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ലെറ്റ് ഇറ്റ് ഗോ ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്നും വൈകുന്നേരം ഈവനിങ് ഞാനൊരു 5 to 10 minutes എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഈ ഒരു ലെറ്റ് ഇറ്റ് ഗോ ലിസ്റ്റ്, ഞാൻ തന്നെ പേരിട്ട ഒരു ലിസ്റ്റാണ്. ഇതില് എനിക്ക് ആ ഒരു സമയത്ത് ബോദർ ചെയ്യുന്ന, ആ ഒരു സമയത്ത് നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആ ലിസ്റ്റിൽ എഴുതും. ഒരു ലിമിറ്റും ഇല്ല. 1, 2, 10, 100 എത്ര പോയിന്റ്സ് വേണമെങ്കിലും എഴുതാം. മോർ ദ ബെറ്റർ. അപ്പം ഏറ്റവും ആദ്യ ദിവസം ഞാൻ ഇത് ചെയ്തപ്പം എനിക്ക് ഐ റിമെമ്പർ 26 ഐറ്റംസ് ഉണ്ടായിരുന്നു എൻ്റെ ലിസ്റ്റിൽ. ക്യാൻ യു ബിലീവ് 26 ഐറ്റംസ്? ആൻഡ് അതിൽ പകുതി മുക്കാലും എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു ആ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. പക്ഷേ അന്ന് ആ ലിസ്റ്റ് എഴുതി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ രാവിലെ എണീറ്റപ്പം ഭയങ്കര ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആയിരുന്നു. പെട്ടെന്ന് ആ ലിസ്റ്റിലെ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറി ആ ഒരു സ്ട്രെസ് കുറഞ്ഞ പോലെയായിരുന്നു. ഐ ഡിഡ്ന്റ് എവർ റിയലൈസ് ഇറ്റ് ഹാപ്പൻഡ്. എന്നിട്ട് ബൈ എൻഡ് ഓഫ് ദാറ്റ് ഡേ ആ ലിസ്റ്റിൽ നിന്ന് 1-2 കാര്യങ്ങൾ തന്നെ താൻ ഫിക്സ് ആയി തുടങ്ങി. അത് മാത്രല്ല, ആ ഒരു ലിസ്റ്റ് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പം രണ്ടാമത്തെ ദിവസം വന്നപ്പം പിന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ ബോദർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് മാജിക്കൽ. എന്ത് ഞാൻ ആ ലിസ്റ്റിൽ എഴുതുന്നു അത് തന്നെ താൻ സോൾവ് ആകുമായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് someone's there listening and നമ്മുടെ ടെൻഷൻ, നമ്മുടെ സ്ട്രെസ് മാറ്റി ഇറ്റ്സ് സോൾവിങ് ദോസ് പ്രോബ്ലംസ്. അപ്പം ഇത് 1-2 ദിവസം ഞാൻ ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം വന്നു. ആൻഡ് ഐ വോണ്ടഡ് ടു ഡു ഇറ്റ് മോർ. എന്നിട്ട് ഐ ഡിഡ് ഇറ്റ് ഫോർ 7 days. ആ ഒരു 7 days സ്ട്രീക്ക് ഞാൻ ബ്രേക്ക് ചെയ്തില്ല. എന്നും ഞാൻ എഴുതാൻ തുടങ്ങി. ആൻഡ് ബിലീവ് മീ, എൻ്റെ ലിസ്റ്റ് ഫുൾ ഫിനിഷായി. പ്ലസ് എനിക്ക് സ്ട്രെസ്സും ഉണ്ടായിരുന്നില്ല. അപ്പം എവ്രിതിങ് ആ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതാൻ തുടങ്ങിയപ്പം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കൺട്രോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലും സോൾവ് ആയി. സോ അത്രയും പവർഫുൾ ആണ്. അപ്പൊ ഇതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഒന്ന് റീസെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഒരു ഗ്രീക്ക് ടെർമിനോളജി ഉണ്ട്, കെഥാസിസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് ടെർമിനോളജി ഉണ്ട്. ഇതിന്റെ അർത്ഥം റിലീസിങ് നമ്മുടെ ഇമോഷൻസ്. അപ്പം നമ്മുടെ ബോഡിയിലെ ഇമോഷൻസ്, ആങ്കർ ആണെങ്കിലും ഗിൽട്ട് ആണെങ്കിലും ഫിയർ ആണെങ്കിലും അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ നമ്മൾ റിലീസ് ചെയ്യുമ്പം നമ്മുടെ ബ്രെയിൻ കാം ഡൗൺ ആവും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് അസ് ടു തിങ്ക് ഇൻ എ പോസിറ്റീവ് മാനർ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഈ ലെറ്റ് ഇറ്റ് ഗോ ലിസ്റ്റ് വാസ് ആക്ച്വലി ഹെൽപ്പിംഗ് മീ റിലീസ് മൈ ഇമോഷൻസ്. ഞാൻ ഇരുന്നങ്ങനെ വിഷമിക്കുകയോ ഇല്ലെങ്കിൽ ഇമോഷണൽ ആവുമായിരുന്നില്ല. പക്ഷെ ആ ലിസ്റ്റിൽ എൻ്റെ ഇമോഷൻസ് ഫ്ലോ ആയി ആൻഡ് ഐ വാസ് ഫ്രീ. അത് ഭയങ്കര പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ടിൽ ഡേറ്റ് ഞാൻ ആ ലിസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. മനസ്സിലുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും എഴുതും. മേക്ക് ഷുവർ നെഗറ്റീവ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മളോടൊക്കെ പറയും ജേർണലിംഗ് ഒരു നല്ല കാര്യമാണ്. നമ്മുടെ ഗോൾസും, നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ്, നമ്മുടെ ലോങ് ടേം ഗോൾ എല്ലാം നമ്മൾ എഴുതണം. നമുക്ക് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എഴുതണം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഈ ലെറ്റ് ഇറ്റ് ഗോ ലിസ്റ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. യു ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് ടുഡേ. ഇപ്പം ഒരുപാട് കാര്യങ്ങളില്ലെങ്കിലും ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് വൺ തിങ്. ഏതെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് ബോദർ ചെയ്യുന്ന ഒരു കാര്യം ആ ലെറ്റ് ഇറ്റ് ഗോ ലിസ്റ്റിൽ എഴുതുക. ആൻഡ് ബിലീവ് മീ, ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് സോൾവ്. സോ ഇതെന്തായാലും ട്രൈ നോക്കൂ. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് 100% വർക്ക് ആവുന്ന ഒരു കാര്യമാണ്. കമന്റ്സിൽ പറയൂ, ഇത് ഒരു 7 days ചെയ്ത് നോക്കൂ, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന്. ഇന്നത്തെ ഈ ഒരു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.